നൂൽപ്പുഴയിൽ വീടിനു നേരെ കാട്ടാനയുടെ ആക്രമണം. വടക്കനാട് കല്ലൂർകുന്ന് കല്ലൂർ ഗംഗാധരന്റെ വീടിനു നേരെയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ മുട്ടിക്കൊമ്പന്റെ ആക്രമണമുണ്ടായത്. 2 തവണ ഉൾക്കാട്ടിലേക്ക് കുങ്കിയാനകളെ ഉപയോഗിച്ച് തുരത്തിയ ആനയാണ് ഇപ്പോഴും പ്രദേശവാസികൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്നത്. ആനയെ പിടികൂടി പ്രദേശത്തു നിന്നും നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ വീടിന് പുറത്തുനിന്നും ശബ്ദം കേട്ടാണ് ഗംഗാധരനും കുടുംബവും ജനലിലൂടെ മുറ്റത്തേക്ക് നോക്കിയത്. ഈ സമയം വീടിന് നേരെ പാഞ്ഞെടുക്കുന്ന മുട്ടിക്കൊമ്പനെയാണ് കണ്ടത്. ഇതോടെ വീട്ടുകാർ പേടിച്ച് പുറകോട്ട് മാറി ശബ്ദമുണ്ടാക്കാതെ നിന്നും. ഈ സമയം അത്രയും മുട്ടിക്കൊമ്പൻ വാതിലിൽ തുമ്പിക്കൈ കൊണ്ട് കൊട്ടുകയും തട്ടുകയും വീട്ടുവരാന്തയിൽ കാലുകൊണ്ട് തട്ടുകയും ചെയ്തു. ഈ സമയം സമീപത്തുള്ളവരെ വിവരമറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെത്തി ബഹളം വെച്ചതോടെയാണ് വീട്ടുമുറ്റത്ത് തന്നെ നിലയുറപ്പിച്ചിരുന്ന മുട്ടിക്കൊമ്പൻ പിൻവാങ്ങി ഇരുളിലേക്ക് മറഞ്ഞത്. ഇന്നലെ ഒരു ആനേൻ്റെ ശബ്ദമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വാതിൽ തുറന്നപ്പോൾ ആന നേരെ വാതിലിലേക്കാണ് വന്നത്. അപ്പോൾ പെട്ടെന്ന് സൗണ്ട് ഉണ്ടാക്കി തിരിച്ചുപോയി. ആനേൻ്റെ ശല്യം കൊണ്ട് ഇവിടെ ജീവിക്കാനും ബുദ്ധിമുട്ടാണ്, കൃഷി ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഗംഗാധരൻ്റെ വീട്ടുമുറ്റം കൊമ്പൻ ചവിട്ടി പൊളിച്ച നിലയിലാണ്. ഇവിടെ നിന്നും പിന്തിരിഞ്ഞ കാട്ടാന പ്രദേശത്തെ നിരവധി കർഷകരുടെ കാർഷിക വിളകളും തീറ്റപ്പുല്ലും നശിപ്പിച്ചാണ് മടങ്ങിയത്. കഴിഞ്ഞ 2 വർഷമായി പ്രദേശത്ത് ഭീതി പരത്തുന്ന കാട്ടാനയെ 1 മാസം മുമ്പ് വനംവകുപ്പ് 2 തവണയായി കുങ്കിയാനകളെ ഉപയോഗിച്ച് ഉൾവനത്തിലേക്ക് തുരത്തിയിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കകം തന്നെ തിരികെ എത്തി പ്രദേശവാസികളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. വീട്ടിൽ പോലും സുരക്ഷിതമായി കിടന്നുറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ജനത. ഈ സാഹചര്യത്തിൽ കാട്ടാനയെ പിടികൂടി പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്ത് ഭീതി അകറ്റണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, ബത്തേരി.